السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അതിൻ്റെ വിശദീകരണം തുടരുകയാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള അദബും അവിടത്തോട് എങ്ങനെ സംബോധന ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൻ്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം ആദ്യം വിവരിക്കുകയാണ്. കുഫാറുകളുടെ പരിഹാസങ്ങൾ, സത്യനിഷേധികളുടെ പരിഹാസങ്ങൾ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടുത്തെ മഹബൂബാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുകയാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം. മുത്ത് നബിയെ ആശ്വസിപ്പിക്കാനുള്ള വചനങ്ങൾ ഒരുപാട് തവണ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. വലമ്മാ തഅനൽ കുഫാറു ഫിൻ നസ്ഖി, വിശുദ്ധ ഖുർആനിൽ നസ്ഖുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ നസ്ഖിനെ സംബന്ധിച്ച് ഒരായത്തിനെ ദുർബലപ്പെടുത്തി മറ്റൊന്ന് കൊണ്ടുവരിക, അതാണ് നസ്ഖ് എന്ന് പറയുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കുഫാറുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി, കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ വഖാലൂ, അവർ പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഇന്ന മുഹമ്മദൻ യഅ്മുറു അസ്ഹാബഹു അൽയൗമ ബിഅംരിൻ. മുഹമ്മദ് അവരുടെ പ്രയോഗം അങ്ങനെയാണ്, നമുക്കങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. യഅ്മുറു അസ്ഹാബഹു അൽയൗമ ബിഅംരിൻ, ഇന്നൊരു കാര്യം അനുയായികളോട് കൽപ്പിക്കുന്നു, വയൻഹാ അൻഹു ഗദൻ, നാളെ അത് വിലക്കുന്നു, ആ നിയമം റദ്ദ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംവിധാനമാണ് മുഹമ്മദിൻ്റെ പാർട്ടിയിലുള്ളത് എന്ന് കുഫാറുകൾ ആക്ഷേപിച്ചപ്പോൾ, അങ്ങനെ നസ്ഖ് നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഭേദഗതികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മെച്ചമായത് കൊണ്ടുവന്നിട്ടേ ഭേദഗതി നടന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനോട് തുല്യമായതെങ്കിലും അല്ലാഹു തആല പകരം കൊണ്ടുവരാതെ ഭേദഗതി നടത്തൂല എന്ന് അല്ലാഹു തആല ഈ കുഫാറുകൾക്ക് അതിശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയാണ്. നസല, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. മാ നൻസഖ് മിൻ ആയത്തിൻ, ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ നസ്ഖ് ചെയ്താൽ, നമ്മൾ മാറ്റം വരുത്തിയാൽ, അതിൻ്റെ നിയമം ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ പാരായണം ഒഴിവാക്കിയാൽ, ഇങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ അതിൻ്റെ നിയമവും പാരായണവും കൂടി, രണ്ടും കൂടി ഒഴിവാക്കിയാൽ, മാ ഷർത്തിയ്യത്തുൻ നൻസഖ് മിൻ ആയത്തിൻ ഐ നുസിൽ ഹുക്മഹാ, അതിൻ്റെ ഹുക്മ്, ആ ആയത്തിൻ്റെ വിധി. ഓരോ ആയത്തിലും ഒരുപാട് വിധികളുണ്ടാകും, ഒരുപാട് നിയമങ്ങളുണ്ടാകും. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ അതിൻ്റെ പുറം മാത്രമേ കണ്ടെത്താൻ കഴിയൂ. മഹാന്മാരായ മുഫസ്സിറുകൾ
അവർ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ വഹുവ ലുഗത്തൻ അൽ ഇസാലത്തു വൻ നഖലു. ലുഗത്തിൽ അങ്ങനെ വായിക്കാം അതിന്. ഇസാലത്ത് നീക്കം ചെയ്യാൻ, നഖല് നീക്കം ചെയ്യുക, രണ്ടും അർത്ഥം ഒന്ന് തന്നെ. അങ്ങനെ ധാരാളം നസ്ഖ് ചെയ്തതിൻ്റെ ആയാത്തുകളൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. ശത്രുക്കൾ പറഞ്ഞു ഇന്നൽ ഖുർആന, ഇമാം സ്വാവി പറയുന്നു ഇന്നൽ ഖുർആന ഇഫ്തിറാഉം മിൻ മുഹമ്മദിൻ വലൗ കാന മിൻ ഇൻദില്ലാഹി ലമാ ബുദ്ദില ഫീഹി വഗയ്യിർ. അല്ലാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളതാണ് ഖുർആനെങ്കിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുമായിരുന്നില്ല. പക്ഷേ ഇത് മുഹമ്മദിൻ്റെ ഇഫ്തിറാകളാണ്, കെട്ടിച്ചമച്ച വചനങ്ങളാണെന്ന് പറയാൻ അവർ ന്യായം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഖുർആൻ നുള്ളിക്കളഞ്ഞു, മുളയിലെ നുള്ളിക്കളഞ്ഞു. മാ നൻസഖ് മിൻ ആയത്തിൻ, ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ നസ്ഖ് ചെയ്താൽ ഐ നുസിൽ ഹുക്മഹ, ജലാലൈനി പറയുന്നു നുസിൽ ഹുക്മഹ, അതിൻ്റെ ഹുക്മിനെ നമ്മൾ നീക്കം ചെയ്താൽ ഇമാമ ലഫ്ലിഹ, ഒന്നിരിക്കൽ ആ ആയത്തിൻ്റെ ലഫ്ലോട് കൂടെ നമ്മൾ അങ്ങ് നീക്കം ചെയ്യും. ഇമാമ ലഫ്ലിഹ ഔല, അല്ലെങ്കിൽ ലഫ്ലില്ലാതെ ലഫ്ലോട് കൂടെ ഹുക്മിനെ നീക്കം ചെയ്യും. ഔല, അല്ലെങ്കിൽ ഹുക്മിനെ മാത്രം നീക്കം ചെയ്യും. അതാണ് ഔല എന്ന് പറഞ്ഞാൽ. സാവി പറയുന്നുണ്ട് ബി അൻ നുസീല ഹുക്മഹ ഫഖത്ത്, ഹുക്മിനെ മാത്രം നീക്കം ചെയ്യുക. അങ്ങനെ ഉണ്ടാകാം, ഹുക്മും ലഫ്ലും നീക്കം ചെയ്യാം, ഹുക്മ് മാത്രം നീക്കം ചെയ്യാം, തിലാവത്ത് മാത്രം നീക്കം ചെയ്യാം. വഫീ ഖിറാഅത്തിൻ, വേറൊരു ഖിറാഅത്തിൽ നുൻസിഖ് ബിളമ്മിൻ നൂനി മിൻ അൻസഖ, അൻസഖയിൽ നിന്നുള്ള നുൻസിഖ്, നമ്മൾ നീക്കം ചെയ്യിപ്പിച്ചാൽ, അതിനുള്ള ഓർഡർ കൊടുത്താൽ, ഐ നഅ്മുറുക, തങ്ങളോട് നമ്മൾ കൽപ്പിച്ചാൽ, അത് നീക്കം ചെയ്യാൻ നമ്മൾ കൽപ്പിച്ചാൽ, തങ്ങളോട് കൽപ്പിച്ചാൽ, ഔ ജിബ്രീല, അല്ലെങ്കിൽ ജിബ്രീലിനോട് കൽപ്പിച്ചാൽ, ബിനസ്ഖിഹാ, ആ ആയത്തിനെ നസ്ഖ് ചെയ്യൽ കൊണ്ട് കൽപ്പിച്ചാൽ, നമ്മൾ തന്നെ നസ്ഖ് ചെയ്തതായിട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ അതിനെ തന്നതിന് ശേഷം തങ്ങളോട് അതിൻ്റെ നിയമത്തിൽ മാറ്റമുണ്ടെന്ന് കൽപ്പിക്കും. അല്ലെങ്കിൽ ജിബ്രീൽ മുഖേന അറിയിക്കും. ശുദ്ധ ഖുർആൻ പറയുന്നു ഔ നൻസഅഹാ നുഅഖിറുഹാ ഫലാ നുസിൽ ഹുക്മഹാ വനർഫഉ തിലാവതഹാ. ഫലാ നുസിൽ ഹുക്മഹാ, അതിൻ്റെ ഹുക്മിനെ നമ്മൾ നീക്കം ചെയ്യാതെ, വനർഫഉ തിലാവതഹാ, അതിൻ്റെ ഓത്ത് നമ്മൾ ഉയർത്തിക്കളയുന്നു. ഹുക്മുണ്ടാകും, തിലാവത്തില്ലാതെ വരും. ഹുക്മുണ്ടാകും, പാരായണമുണ്ടാവുകയില്ല. ഔ നുഅഖിറുഹാ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിൽ തന്നെ നമ്മൾ അതിനെ തഖീർ ചെയ്യും, അതിനെ പാത്തുവെക്കും, അതിനെ പിന്തിപ്പിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നസ്ഖ് വരാൻ കഴിയും. ഫഅലാ ഹാദാ തഫ്സീരി ദഖല തഹ്ത ഖൗലിഹി മാ നൻസഖ് മിൻ ആയത്തിൻ എന്ന ആയത്തിൽ, ആ ആയത്തിൻ്റെ തഹ്തിൽ പ്രവേശിച്ചു ഹുക്മാനി മിൻ അഹ്കാമിൻ നസ്ഖി, നസ്ഖിൻ്റെ ഹുക്മുകളിൽപ്പെട്ട രണ്ട് ഹുക്മുകൾ പ്രവേശിച്ചു. വഹുമാ
ഏതാണത് രണ്ടും? നസ്ഖുൽ ഹുക്മി വൽ ലഫ്ളി. ജലാലൈനി പറഞ്ഞതുപോലെ തന്നെയാണ്. ലഫ്ളും ഹുക്മും നസ്ഖ് ചെയ്യുന്നു, മാറ്റം വരുത്തുന്നു. അവിൽ ഹുക്മി ഫഖത്ത്, ഹുക്മ് മാത്രം മാറ്റം വരുത്തുന്നു, തിലാവത്തുണ്ടാകും. ഇങ്ങനെ രണ്ട് ഇനം. വതഹ്ത ഖൗലിഹി ഔ നൻസഅഹ എന്ന അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ താഴെ അൽ ഹുക്മു സാലിസ്, മൂന്നാമത്തെ ഹുക്മ് ഇടം പിടിക്കുകയാണ്. അതേതാണ്? വഹുവ നസ്ഖുൽ ലഫ്ളി ദൂനൽ ഹുക്മി. ലഫ്ള് മൻസൂഖാകുന്നു, ഹുക്മ് മൻസൂഖല്ല. അതാണ് നുഅഖിറുഹ ഫലാ നുസിൽ ഹുക്മഹ വനർഫഉ തിലാവതഹ. ഈ രണ്ട് ഖിറാഅത്ത് അനുസരിച്ചും ഈ രണ്ട് വാക്കുകളിലൂടെ മൂന്ന് നസ്ഖിൻ്റെ രൂപങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വഫീ ഖിറാഅത്തിൻ ബിലാ ഹംസിൻ, ഹംസില്ലാതെ, മാ നൻസഖ് മിൻ ആയത്തിൻ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ. ഹംസില്ലാതെ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? മിനൻ നിസ്യാൻ, നിസ്യാനിൽ നിന്നുള്ളതാണ്. ഐ നുൻസിക്കഹ, ആ ആയത്തുകളെ നമ്മൾ മറപ്പിച്ചാൽ. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് തഫ്സീർ ദുർറുൽ മൻസൂറിലൊക്കെ ഈ ആയത്തിൻ്റെ തഹ്തിൽ ഒരുപാട് ഹദീസുകൾ മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ ഓതാൻ കിട്ടാത്ത രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മറപ്പിച്ച് കളഞ്ഞതാകുന്നു. ഐ നുൻസിക്കഹ ഐ നംഹുഹാ മിൻ ഖൽബിക്. ഓ ഹബീബായ നബിയെ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളായത്തിനെ നീക്കം ചെയ്താൽ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ, ഏതൊരായത്തിന് നമ്മൾ ഭേദഗതി വരുത്തിയാലും മാറ്റം വരുത്തിയാലും അല്ലെങ്കിൽ ആ ആയത്തിനെ നമ്മൾ മറപ്പിച്ച് കളഞ്ഞാലും നഅ്തി ബിഖൈരിൻ മിൻഹാ. അല്ലാഹു തആല പറയുകയാണ്, വജവാബു ശർത്തി, മാ ഷർത്തിയത്താണെന്ന് തുടക്കത്തിൽ നമ്മൾ വായിച്ചു. നഅ്തി ബിഖൈരിൻ മിൻഹാ, നമ്മൾ അതിനേക്കാളും, ആ ഭേദഗതി വരുത്തിയ നിയമത്തെക്കാളും, ആ മറപ്പിച്ച ആയത്തിനേക്കാളും വളരെ ഉപകാരപ്രദമായ ഒരായത്ത്, ഒരു വിഷയം നമ്മൾ കൊണ്ടുവരും. നഅ്തി ബിഖൈരിൻ മിൻഹാ അൻഫഅ ലിൽ ഇബാദ്. അല്ലാഹു വലിയ ഖൈർ ഉദ്ദേശിച്ചിട്ടാണ് മാറ്റുന്നത്. അടിമകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വിഷയം കൊണ്ടുവരും. ഫിസ്സുഹൂല, അത് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഔ കസ്റത്തിൽ അജ്രി, അല്ലെങ്കിൽ അതിന് പ്രതിഫലം വല്ലാതെ കൂടുതലുണ്ടാകും. അതാണല്ലോ ജനങ്ങളോട് റഹ്മത്താകുമ്പോൾ ചെയ്യേണ്ടത്. അതിനാണ് അല്ലാഹു തആല ചില ആയത്തുകൾ അതിൻ്റെ നിയമങ്ങൾ മാറ്റിവെച്ച് വേറെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനാണ് നഅ്തി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. അല്ലാഹു പറയുന്നു ഫി തക്ലീഫി, അല്ലെങ്കിൽ അതുപോലത്തതെങ്കിലും അതിനോട് തുല്യമായതെങ്കിലും നമ്മൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാതെ ഒരു തബ്ദീലും നടത്തിയിട്ടില്ല, ഒരു തഗ്യീറും നടത്തിയിട്ടില്ല. ഫി തക്ലീഫി വസ്സവാബ്. ജലാലൈനി പറയുകയാണ്, തക്ലീഫിലും കൂലിയുടെ വിഷയത്തിലും നമ്മൾ മാറ്റിവെച്ചതിനോട് തുല്യമായതെങ്കിലും നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽ ആന ഖഫഫ അല്ലാഹു അൻകും, ഇപ്പോൾ അല്ലാഹു നിങ്ങളെ തൊട്ട് വളരെ ലഘുവാക്കിയിട്ടുണ്ടല്ലോ.
അലം തഅലം, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തുടരുകയാണ്. അലം തഅലം, ഓ നബിയെ അങ്ങേക്കറിയില്ലേ, അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്. ആ കഴിവ് ചോദ്യം ചെയ്യാൻ വരണ്ട മുശ്രിക്കുകളെ, കുഫാറുകളെ, വമിൻഹു, അല്ലാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ് അന്നസ്ഹു വത്തബ്ദീൽ, മാറ്റം വരുത്തലും ഇല്ലാതെയാക്കലും. ഇതെല്ലാം അല്ലാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. എന്നാലും സംശയാലുക്കളുടെ സംശയം നീങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് അവരുടെ ഈ പിഴച്ച വാദങ്ങൾക്ക് റബ്ബ് മറുപടി പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. നഅ്തി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, വൽ ഇസ്തിഫ്ഹാമു ലിത്തഖ്രീരി. അവിടെ അലം തഅലം, തങ്ങൾക്കറിയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ തഖ്രീറിനാണ്. ഓ അറിയാമല്ലോ, തീർച്ചയായിട്ടും തങ്ങൾക്കതിൽ സംശയമില്ലല്ലോ. അല്ലാഹു തആല ആയത്തുകൾ മാറ്റിവെക്കുമ്പോൾ, ലൗൽ മഹ്ഫൂദിൽ തന്നെ അതിനെ സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറക്കിയത് മറപ്പിച്ച് കളഞ്ഞാൽ അതിനൊക്കെ പകരം കൊണ്ടുവരുന്നത് ഒന്നിരിക്കൽ ആ ഉണ്ടായതിനേക്കാളും ഉപകാരപ്രദമായത്, അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായതെങ്കിലും. താഴോട്ടില്ല. ധാരാളം ഉദാഹരണങ്ങൾ അതിനൊക്കെ കാണാൻ കഴിയും. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ വിശാലമായ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിആയ ഇൽമിന് ധാരാളം ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാം വലിയ തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.